ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ ഒരു ലോഗോ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. സോ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇതുപോലുള്ള ലോഗോസ് ഡിസൈൻ ചെയ്യാൻ യോഗ്യതരായിട്ടുണ്ടാവും. സോ ഈ 4 സ്റ്റെപ്പുകൾ കൊണ്ട് എങ്ങനെ നമുക്കൊരു ലോഗോ ഡിസൈൻ ചെയ്യാം എന്ന് നോക്കാം. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗോ ടു ദ ലോഗോ മേക്കിംഗ് ടൂൾ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ വെബ്സൈറ്റിലേക്ക് പോവുക. ഓക്കെ, സോ ഇവിടെയാണ് നമ്മൾ ഒരു ലോഗോ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ഓൾറെഡി ഒരു സാമ്പിൾ ലോഗോ ഉണ്ടാകും. സോ നമുക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ ഗോ ടു ന്യൂ. സോ ന്യൂവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് യെസ്. സോ അതിനുശേഷം നമുക്കൊരു ബ്ലാങ്ക് പേജ് കിട്ടും. സോ ഇത്രയുമാണ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2 എന്നത് നമുക്ക് ലോഗോൻ്റെ ഐക്കൺ ക്രിയേറ്റ് ചെയ്യണം. ഏത് ടൈപ്പ് ലോഗോ ആണ്, ഏത് ബിസിനസ്സിനാണ് നമുക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള സിമ്പിൾ ഓർ ഐക്കൺ നമുക്ക് ചൂസ് ചെയ്യുകയോ അത് ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യണം. സോ അതിന് ആഡ് സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. സോ അതിനുശേഷം നിങ്ങളുടെ ബ്രാൻഡിന് അനുയോജ്യമായിട്ടുള്ള ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വെബാണ് സെലക്ട് ചെയ്യുന്നത്. സോ ഞാൻ ഈ ഒരു ലോഗോ ആണ് ഐക്കണാണ് സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തതും നിങ്ങളുടെ ആ ബ്ലാങ്ക് പേജിൽ ആ ഐക്കൺ വന്നിട്ടുണ്ടാവും. സോ അതിന് ശേഷം ഈ ഒരു ഐക്കൺ എങ്ങനെ മോർ യുണീക്കായിട്ട് നമുക്ക് മാറ്റുവാൻ കഴിയുമെന്ന് നോക്കാം. സോ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, അതിൻ്റെ ആ ഒരു സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ എവിടെയാണ് നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെന്നോ നോക്കുകയാണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ഓപ്ഷൻസ് വരും. ആ ഓപ്ഷൻസിൽ നമുക്കൊരു കളർ പിക്ക് ചെയ്യാം. സോ അതുപോലെ ഈ ഡീഫാൾട്ടായിട്ടുള്ള ഐക്കണിൽ നമുക്ക് ഏതെങ്കിലും പാർട്സ് റിമൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു ഇപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഇതിലിപ്പോൾ ഈ ഡോളർ സിമ്പിൾ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ആ ഡോളറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്ഷനിൽ ഐ സിമ്പിൾ ഉണ്ടാവുമല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഐക്കൺ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞു. അതേപോലെ വേറെ എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒരു ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ആ ഐക്കൺ ഇതിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. സോ വേറെ ഐക്കൺ സെലക്ട് ചെയ്യണമെങ്കിൽ അതേപോലെ ആഡ് സിമ്പിൾ ക്ലിക്ക് ചെയ്യുക, വേറൊരു ഐക്കൺ സെലക്ട് ചെയ്യുക. സോ അത് നമുക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യണം അവിടെ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യാം. അതേപോലെ ഇനി വേറെ കളർ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ കളറിൽ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ ഓപ്ഷൻസ് വരും, നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. സോ നമ്മൾ ലോഗോൻ്റെ ഐക്കൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. സ്റ്റെപ്പ് 3ൽ നമുക്ക് ഈ ലോഗോ, അതായത് നമ്മുടെ ബ്രാൻഡ് നെയിം ആഡ് ചെയ്യണം. ബ്രാൻഡ് നെയിം ആഡ് ചെയ്യാൻ നമുക്കവിടെ എൻ്റർ യുവർ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ നമ്മുടെ ബ്രാൻഡ് നെയിം എന്താണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. സോ ഇതൊരു ഗിഫ്റ്റ് ബിസിനസ്സാണ്, ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരു ബിസിനസ്സാണെന്ന് വെച്ചാൽ അതുപോലെ അതിനനുസരിച്ചുള്ള ഒരു ലോഗോ ആണ്. അതുപോലെ ഇതിൻ്റെ ടാഗ് ലൈൻ നമുക്ക് ആഡ് ചെയ്യണമെങ്കിലും അഗെയിൻ നമുക്ക് ആഡ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ സെക്കൻഡ് ടെക്സ്റ്റ് വരും, നമുക്കത് അതിൽ ക്ലിക്ക് ചെയ്ത് ടാഗ് ലൈൻ ആഡ് ചെയ്യാം. അതേപോലെ നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക, അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് ഇതിനെ ഇനിയും മോർ യൂണിക്കായിട്ട് നമുക്ക് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. സോ അതിന് ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ നമുക്ക് റൈറ്റ് സൈഡ് ഒരു ഓപ്ഷൻ വരും, ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഡ്യൂപ്ലിക്കേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ആ സെയിം ടെക്സ്റ്റ് തന്നെ നമുക്ക് വീണ്ടും കിട്ടും. അതിൽ ആദ്യത്തെ ടെക്സ്റ്റിൽ മീ എന്നുള്ളത് എറേസ് ചെയ്യുക. അതേപോലെ സെക്കൻഡ് ടെക്സ്റ്റിൽ സർപ്രൈസ് എന്നുള്ളത് എറേസ് ചെയ്യുക. സോ സെക്കൻഡ് ടെക്സ്റ്റിൽ ആ മീ എന്നുള്ളത് നമ്മൾ ഡിഫറെൻറ്റ് ഫോണ്ട് കൊടുക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്.
സോ ഫോണ്ട് കൊടുക്കാൻ മീ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൽ ഇവിടെ സിമ്പിൾ ഓപ്ഷനിൽ വന്നിട്ട് അതിൻ്റെ ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കിട്ടും. സോ ഇവിടെ നമ്മൾ ഇതിൻ്റെ ടൂൾസാണ് പഠിക്കുന്നത്. ഇത് സെയിം തന്നെ ചെയ്യണമെന്നില്ല. ഇത് നമുക്ക് ഈ ടൂൾസ് പഠിക്കുന്നതാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഏത് ഫോണ്ട് വേണമെങ്കിലും ചൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. സോ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു യുണീക്ക് ലോഗോ ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഇതുപോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ലോഗോ ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി ഇത് എങ്ങനെ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ സേവ് ആൻഡ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. സോ അത് നമ്മുടെ ഇമെയിൽ ID കൊടുത്ത് പ്രൊസീഡ് ചെയ്യുക. സോ യുവർ ലോഗോ ഹാസ് ബീൻ സെൻഡ്. ഓക്കെ, സോ അതിന് ശേഷം നമുക്കൊരു മെയിൽ കിട്ടും. അതിൽ ഒരു സിപ്പ് ഫയൽ ഉണ്ടാകും. ആ സിപ്പ് ഫയൽ എക്സ്ട്രാക്റ്റ് ചെയ്താൽ നമ്മളിപ്പോൾ ചെയ്ത ലോഗോ ഡിഫറൻറ്റ് ഫോർമാറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. നിങ്ങൾ ലോഗോ ക്രിയേറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ലോഗോ ക്രിയേറ്റ് ചെയ്യാം, മറ്റൊരാളുടെ സഹായമില്ലാതെ നിങ്ങളുടെ ബിസിനസ്സിന്. അതേപോലെ ഈ ലോഗോ നമുക്ക് ഡിഫറൻറ്റ് മോക്കപ്സിൽ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ PNG ഫയൽസ് കിട്ടിയിട്ടുണ്ടാവും. ആ PNG ഫയൽസ് ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, ആ ലോഗോ മാത്രം ഉണ്ടാവും, അത് യൂസ് ചെയ്യാം. അതേപോലെ ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് ഈ ലോഗോയിൽ ഇനിയും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെബ്സൈറ്റിൽ പോയാൽ നമുക്കതിൻ്റെ ലിങ്ക് ഉണ്ടാകും, നമ്മുടെ പ്രോജക്റ്റിൻ്റെ. ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.